എല്ലാവർക്കും നമസ്കാരം. ഞാൻ സലീമ, ഓട്ടോ ഡ്രൈവർ. ഉം, എൻ്റെ മകൾ പ്ലസ് ടുവിന് പഠിക്കുന്നു. 10-ാം തീയതി സ്കൂളിൽ നിന്നും മാഷ് വിളിച്ചിട്ട് പറഞ്ഞു മോൾക്ക് BP കുറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ പോയി അവളെ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ 10-ാം തീയതി കൊണ്ടുപോയി. കാഷ്വാലിറ്റിയിലേക്കാണ് നേരിട്ട് കൊണ്ടുപോയത്. കാഷ്വാലിറ്റിയിൽ നിന്ന് അവർ ഗ്ലൂക്കോസൊക്കെ കയറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തന്നു. അത് പഴയ ബിൽഡിങ്ങിൽ 10-ലും 11-ലാണ് ടെസ്റ്റ് ചെയ്യാൻ തന്നത്. 10-ന്നും ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടി. 11-ൽ കാണിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടെ മെഷീൻ കംപ്ലൈൻ്റ് ആണ്, 5 മണിക്കൂർ കഴിയണം കിട്ടണം. അങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് നിങ്ങൾ പുറത്തൊന്നും ചെയ്തോളി. എല്ലാവരോടും പറയണ മതി എന്നോടും പറഞ്ഞ് പുറത്തും ചെയ്തോളി. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അതെന്തിനാ നിങ്ങൾ പുറത്തൊന്നും ചെയ്യാൻ പറയണത്? നിങ്ങൾക്ക് നിങ്ങളതായ ജോലി ചെയ്താൽ പോരെ? അപ്പോൾ അതിന് അവർ ഭയങ്കര കർശനായിട്ട് സ്ട്രോങ്ങിൽ പറയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ പുറത്ത് പോയി ചെയ്തോളി, അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുക. അപ്പം എനിക്ക് തോന്നി അതിലൊരു ശരിയല്ലല്ലോ. അവർ അറിയാത്ത എത്രയോ പേരുകളുണ്ട് ദൂര സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് കാഷ്വാലിറ്റിയിൽ എമർജൻസി ആയിട്ട് നിൽക്കണ്. അപ്പം എല്ലാവരോടും ഇങ്ങനെ പുറത്ത് പോയി ചെയ്യാൻ പറയാൻ അവർക്ക് അവകാശമുണ്ടോ? അപ്പം ഞാൻ എന്ത് ചെയ്ത്? അങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ള അവകാശം ഇല്ലല്ലോ. അത് കേട്ടിട്ട് എല്ലാവരും പുറത്തേക്ക് പോവുക. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു വെച്ചാൽ സാധാരണക്കാരെ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ സർക്കാർ തന്നെ ആനുകൂല്യങ്ങൾ ഇവരെ പോലത്തെ സ്റ്റാഫുകളാണ് അത് ഇല്ലാതാക്കുന്നത്. അപ്പം ഞാൻ നേരെ സൂപ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി. സൂപ്രണ്ടിനെ കാണാൻ പോയിട്ട് അവിടെ പോയിട്ട് ഞാനിങ്ങനെ ഒരു പരാതി പറഞ്ഞു. അപ്പം അവര് പുറത്തൊന്നും ചെയ്യാൻ പറയാനുള്ള അവകാശം അവർക്കുണ്ടോ? അവർക്ക് അവരെ ഡ്യൂട്ടി ചെയ്താൽ പോരെ? അതേ സ്ഥാനത്ത് ആളുകളോട് പറയാ ഇങ്ങനെ മെഷീൻ കംപ്ലൈന്റ് ആണ്, എന്തെങ്കിലും എമർജൻസി ആയിട്ട് കിട്ടേണ്ടിയുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തും ചെയ്ത്, അതൊരു മര്യാദ ആണ്. ഇതങ്ങനെയല്ല. അവർക്ക് എന്തോ ഒരു ഭാരം ഒഴിവാക്കി വിടുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത്. ഞാൻ സൂപ്രണ്ടിന്റെ അടുത്ത് പോയി പറഞ്ഞു, സാറ് അപ്പം തന്നെ അവരെ വിളിപ്പിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് പോയി അവരായിട്ട് സംസാരിച്ചു. പുറത്തേക്ക് വന്നപ്പോൾ വേറെ പുറത്തുള്ളൊരു അതിൽ കീഴിലെ സൂപ്രണ്ട് എന്നോട് പറഞ്ഞ് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അവർക്കുള്ള നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്, ഇനി അവരങ്ങനെ പറയില്ല, ഇനി ഒരാളോട് അവരങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞു വിട്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സൂപ്രണ്ടിനെ ഒന്ന് എനിക്ക് കാണാൻ, എനിക്ക് നേരിട്ട് പറയാൻ സാധിച്ചില്ല. അതിനുള്ളൊരു അവസരം അവിടുന്ന് എനിക്ക് തന്നിട്ടില്ല. പിന്നെ എൻ്റെ മോളെ ടെസ്റ്റ് 7:45 രാവിലെ 11 മണിക്ക് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ടെസ്റ്റ് ചെയ്യാൻ തന്നിട്ട് അവിടെ ചെന്നിട്ട് രാത്രി 7:45 ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇനി പിന്നെ ഞാൻ അവിടുന്ന് പിറ്റേന്നാണ് ആ ടെസ്റ്റ് റിപ്പോർട്ട് വാങ്ങണത്. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് പിന്നെ പിറ്റേന്ന് ഞാൻ അവിടെ പോയിട്ട് അത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുക. അപ്പം എനിക്ക് തോന്നി സൂപ്രണ്ട് അവർക്ക് എന്ത് നിർദ്ദേശമാണ് കൊടുത്തത് എന്നെനിക്ക് എൻ്റെ ഒരു സംശയം വന്ന്. കാരണം ഞാൻ നേരിട്ടിട്ട് കേട്ടിട്ടില്ല, അവർ പറഞ്ഞ അനുഭവം മാത്രമേ. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഉണ്ടായ അനുഭവം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. എല്ലാവരും ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.